നമസ്കാരം. കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റ് എന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഡിസംബർ 29 രാത്രി ഹിരൺദാസ് മുരളി എന്ന വേടൻ്റെ സംഗീത പരിപാടികൾ ഈ ബേക്കൽ ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായി അവിടെ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഹിരൺദാസ് മുരളിയെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാവണമെന്നില്ല. വേടൻ എന്ന് പറഞ്ഞാൽ അറിയും. അതിലും എളുപ്പമായിട്ട് ഇപ്പോൾ ബലാത്സംഗ കേസുകളിൽ പെട്ട് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട് പ്രതിയായി അതിൽ ജാമ്യത്തിൽ നടക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ വേടനെ കൂടുതൽ ആളുകൾ അറിയും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ വേടൻ ഇപ്പോൾ ജാമ്യത്തിലാണ്. കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ല. അദ്ദേഹം ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത പരിപാടി നടക്കുന്നതിനിടയിൽ അഭൂതപൂർവമായിട്ടുള്ളൊരു തിക്കും തിരക്കും കാസർഗോഡുണ്ടായി ഈ പരിപാടിക്കിടെ. അതിനിടയിൽ ആദ്യം പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് ആ പരിപാടിയിലേക്ക് പ്രവേശിക്കുവാൻ ടിക്കറ്റ് ഇല്ലാതെ പ്രവേശിക്കുവാനായിട്ട് ശ്രമിച്ച ശിവാനന്ദൻ എന്നുള്ള 20 വയസ്സുകാരനായിട്ടുള്ള യുവാവ് ഒരു റെയിൽപാളം മുറിച്ച് കടന്ന് ആ പരിപാടി നടക്കുന്ന പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാൻ ഒരു മതിൽ ചാടുവാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ റെയിൽപാളം കടക്കുന്നതിനിടയിൽ തീവണ്ടി ഇടിച്ച് മരണപ്പെട്ടു. മറ്റൊരു യുവാവ് ഗുരുതരാവസ്ഥയിലാണ്. ഇപ്പോൾ അതിനെ പുറത്തു വരുന്ന വിവരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി നേരത്തെ അവസാനിപ്പിച്ചതുകൊണ്ട് തിരിച്ചു പോവുകയായിരുന്ന ശിവാനന്ദൻ എന്ന യുവാവാണ് മരിച്ചതെന്ന് ഒരു തരത്തിലുള്ള വാർത്തകളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും ഒരു വൈരുദ്ധ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം, അതായത് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി പുറത്തു വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് പുറത്തു വന്ന വാർത്ത, അല്ലെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് ലഭിച്ചിരുന്ന വാർത്ത, മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്ന വാർത്ത ഈ പരിപാടിയുടെ ഗ്രൗണ്ടിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ്. അതായത് റെയിൽപാളം മുറിച്ച് കടന്ന് അവിടെയുള്ളൊരു മതിൽ ചാടി, റെയിൽവേ അടച്ചിട്ടിരിക്കുന്നൊരു പ്രദേശമാണ് ഈ റെയിൽപാളം മുറിച്ച് കടക്കാൻ ശിവാനന്ദൻ ശ്രമിച്ച പ്രദേശം. മതിൽ ചാടി അകത്തേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ പാളത്തിൽ വെച്ച് ശിവാനന്ദനും ഒപ്പമുണ്ടായിരുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇതുവരെ, ഈ നിമിഷം വരെ. ഇനി പുറത്ത് വന്നേക്കാം. 2 പേർക്ക് തീവണ്ടി ഇടിച്ച് പരിക്കേറ്റു. ശിവാനന്ദൻ എന്ന യുവാവ്, 20 വയസ്സുകാരനായ യുവാവ് മരണപ്പെട്ടു. ഒപ്പം ഗ്രൗണ്ടിലാണെങ്കിൽ പോലീസ് ഇപ്പോൾ പറയുന്നത് ടിക്കറ്റ് ഇല്ലാതെ നിരവധി പേർ, അതായത് ഏതാണ്ട് 25,000 പേരോളം ആ ഗ്രൗണ്ടിൽ തടിച്ചുകൂടുകയും അഭൂതപൂർവമായ തിക്കും തിരക്കും അവിടെ ഉണ്ടാവുകയും പലർക്കും പരിക്കേൽക്കുകയും പലരും കുഴഞ്ഞു വീഴുകയും ശ്വാസം മുട്ടലുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വാർത്ത. പക്ഷേ ഈ വസ്തുത നിലനിൽക്കെ ഇന്നലെ രാത്രി നടന്ന ഈ സംഭവത്തിൽ, ഡിസംബർ 29 രാത്രി നടന്ന ഈ സംഭവത്തിൽ ആദ്യം പുറത്ത് വന്ന വിവരങ്ങളെന്ന് പറഞ്ഞാൽ ഇത്തരം തിക്കും തിരക്കുമുണ്ടായി, ഒരു യുവാവ് മരിച്ചു. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെ സംഘാടകർ പരിപാടി അവസാനിപ്പിക്കുവാൻ വിസമ്മതിച്ചു. പരിപാടി തുടർന്നു കൊണ്ടിരുന്നു. ഒടുവിൽ ഏതാണ്ട് ഒരു 1/4 മണിക്കൂറോളം ഈ വാർത്തകളും അല്ലെങ്കിൽ വിവരങ്ങളും പുറത്തു വന്ന് ഏതാണ്ട് ഒരു 1/4 മണിക്കൂറുകളോളം കഴിഞ്ഞിട്ടാണ് 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലീസ് ഇടപെട്ട് ഈ പരിപാടി നിർത്തിവെപ്പിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. ഇപ്പോൾ അത് വരുന്നത് പരിപാടി നേരത്തെ അവസാനിപ്പിച്ചു, ഈ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായെന്നറിഞ്ഞതോടുകൂടി ഞങ്ങൾ അവസാനിപ്പിച്ചു, എല്ലാവരും ഇനി സംഘാടകരെ ഇപ്പോൾ വളരെ സാത്വികരായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അവർ പറയുന്നത് എല്ലാവരും വളരെ തൊഴുതു പിടിച്ചുകൊണ്ട് പറയുന്നു, ഈ ബേക്കൽ ഫെസ്റ്റിലേക്ക് എല്ലാവരും വളരെ മാന്യമായിട്ട് വരണം. അതായത് ഞങ്ങളുടെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഈ വന്നവരുടെ കുഴപ്പമാണ്, അല്ലാതെ ഞങ്ങൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലുണ്ടായ വീഴ്ചകളൊന്നുമല്ല ഇതിന് കാരണം എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ അവരുടെ ഭാഗം അവതരിപ്പിക്കുന്നത്. അത് എന്താണ് ഏതാണെന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇനി നടക്കുമോ, നടന്നാൽ തന്നെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഒപ്പം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടൊരു കാര്യം, ഈ സമീപത്ത് കാലത്ത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ സിനിമാ നടനായിട്ടുള്ള വിജയ് രൂപീകരിച്ചിരിക്കുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിൻ്റെ ഒരു യോഗം കരൂരിൽ നടക്കുകയും അവിടെ ഉണ്ടായ തിക്കും തിരക്കിലും പെട്ട് 41 പേർ മരണപ്പെടുകയും നിരവധി ആളുകൾക്ക് ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് തമിഴ്നാട് സർക്കാരും ഒപ്പം അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും ഒക്കെ ഈ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിക്കും തിരക്കിനും എന്താണ് കാരണം, വിജയ് വൈകി വന്നതാണോ തുടങ്ങിയ
കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. താമസിയാതെ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരികയും അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് വിജയുടെ കക്ഷിയുടെ പ്രമുഖ വക്താക്കളായിട്ടുള്ള ആദവ് അർജുനെയും ബുഷി ആനന്ദിനെയും ഡൽഹിയിലേക്ക് CBI വിളിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ചോദ്യം ചെയ്യലുകളെല്ലാം കഴിഞ്ഞ് അടുത്ത ഘട്ട ചോദ്യം ചെയ്യലുകൾക്കോ അല്ലെങ്കിൽ അനന്തര നടപടികൾക്കോ ആയി ഡൽഹിയിലേക്ക് അവരെ വിളിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു അന്വേഷണം 41 പേര് മരിച്ചതുകൊണ്ട് ഗുരുതരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അവിടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിന് മുമ്പ് കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ പുഷ്പ 2 എന്ന ചലച്ചിത്രത്തിൻ്റെ റിലീസിൻ്റെ ദിവസം തെലങ്കാനയിൽ ഒരു തിയേറ്ററിൽ അല്ലു അർജുൻ സിനിമ കാണാനെത്തുകയും അവിടെ അതേ തുടർന്നുണ്ടായ തിക്കും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ അല്ലു അർജുൻ്റെ അത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലു അർജുനെ പ്രതിയാക്കി, അല്ലു അർജുനെ ഒന്നാം പ്രതിയാക്കി എന്നല്ല ഞാൻ പറയുന്നത്, 10-28 പേരെ പ്രതിയാക്കിയതിൽ ഒരു പ്രതി അല്ലു അർജുനുമാണ്. അല്ലു അർജുൻ എന്നുള്ളത് പ്രശസ്തനായൊരു സിനിമാ താരമാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അല്ലു അർജുനെ പ്രതിയാക്കി കേസെടുക്കപ്പെട്ടു എന്നുള്ള വസ്തുതയും നിലനിൽക്കുന്നു. ഇനി നമുക്ക് മുന്നോട്ട് വരാം. അല്ലു അർജുൻ, വിജയ് ഇവരെയൊക്കെ കടന്ന് വേടനിലേക്ക് വരാം. ഇവരെല്ലാം ഒരേ നിലവാരത്തിലുള്ള ആൾക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്രയും പ്രശസ്തരായവർ കാരണം അല്ലെങ്കിൽ അവർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഇത്തരത്തിലുള്ള തിക്കും തിരക്കുമുണ്ടായി ആൾക്കാർക്ക് അപകടം പറ്റി മരണങ്ങൾ നടക്കുന്ന അവസരങ്ങളിൽ ഓരോ സർക്കാരുകൾ, അത് തമിഴ്നാട് സർക്കാരാവട്ടെ, രേവന്ത് റെഡ്ഡിയുടെ കോൺഗ്രസ് സർക്കാരാവട്ടെ, ഇവരുമൊക്കെ ആയിട്ട് പലർക്കും വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. അങ്ങനെയൊക്കെ നിലനിൽക്കെ തന്നെ അതിനെ തുടർന്നുള്ള നടപടികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചും ചോദ്യമുണ്ട്. കാരണം CBI കരൂർ കേസിൽ വന്നത് വിജയുടെ രാഷ്ട്രീയ കക്ഷി സ്റ്റാലിൻ സർക്കാർ പ്രതികാര നടപടിക്ക് മുതിരും എന്നുള്ള ഭയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചതുകൊണ്ടാണ്. ആ വസ്തുതകളെല്ലാം നിലനിൽക്കെ അന്വേഷണങ്ങൾ ഇപ്പോൾ ആ സംഭവങ്ങളെ സംബന്ധിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ സംഭവത്തിൽ ഒരാൾ മരിച്ചു. പുഷ്പ 2ൻ്റെ റിലീസിനെ സംബന്ധിച്ചും ഒരു സ്ത്രീയാണ് മരിച്ചത്. ഇവിടെ ട്രെയിൻ തട്ടി ഒരാൾ മരിച്ചു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പോലും, അതായത് പരിപാടി കൃത്യസമയത്ത് തന്നെ ഈ തിക്കും തിരക്കും ഉണ്ടായപ്പോൾ തന്നെ അവസാനിപ്പിക്കപ്പെട്ടോ അതോ പിന്നെയും കുറച്ച് സമയം, ഒരു 1/4 മണിക്കൂറോളം ഈ പരിപാടി തുടർന്നോ പിന്നെ പോലീസ് ഇടപെട്ടാണോ ഈ പരിപാടി നിർത്തിപ്പിച്ചത്, എന്താണ് സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ പാളിച്ചകൾ, കാരണം സംഘാടകരുടെ ഭാഗത്തു നിന്ന് പാളിച്ചകൾ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. കാരണം അങ്ങനെ ഒരു പാളിച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്തരമൊരു പരിപാടിയിൽ തിക്കും തിരക്കും ഉണ്ടാകാൻ ഏറ്റവും ചുരുങ്ങിയത് ടിക്കറ്റ് ഉള്ളവരെ മാത്രം, ഈ ടിക്കറ്റ് എടുത്തുള്ള പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പോലീസ് തന്നെ പറയുന്നത് ടിക്കറ്റ് ഇല്ലാതെ നിരവധി ആളുകളെത്തി 25,000 പേരോളം തടിച്ചുകൂടി എന്നാണ് പോലീസ് തന്നെ പറയപ്പെടുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് ഇല്ലാതെ വരുന്ന ആളുകൾ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കുവാനുള്ളൊരു മാർഗമെങ്കിലും സംഘാടകർ മുൻകൂട്ടി ചെയ്തിരുന്നെങ്കിൽ ഈ തിക്കും തിരക്കും ഒഴിവാക്കാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ തുടർന്ന് ഈ സംഭവത്തിൽ എന്ത് നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും അറിയുവാൻ കാത്തിരിക്കുകയാണ്. ആ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കാം. നമസ്കാരം.